വിജയുടെ ജനനായകൻ കണ്ടുവന്നിരിക്കണം. ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയനെ തമിഴ്നാട് മക്കൾ മുഖ്യമന്ത്രിയാക്കിയതിൽ ഞാനധികം ദുഃഖിക്കുന്നു. ദുഃഖവാനാണ്. എൻ്റെ സന്തോഷമൊക്കെ പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വന്ന് വിജയുടെ പടങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കൊന്ന് ആഘോഷിക്കാൻ പറ്റുക. അതുപോലെ ആഘോഷിക്കാനുള്ളൊരു പടമാണ് ജനനായകൻ. ഈ പടം ഇലക്ഷന് മുമ്പ് റിലീസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ അതാണ് എനിക്കത് തോന്നുന്നത്. പക്ഷേ ഈ പടത്തിനെ കുറിച്ച് പലരും നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് നമുക്ക് പുല്ല് വലിയ അതൊക്കെ വെറുതെ അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും അത് കായുള്ള മരത്തിലേക്ക് എല്ലാ ആൾക്കാർ കല്ലെറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. പടം നല്ല എൻ്റർടൈൻമെൻറ്റാണ്. ഇന്നത്തെ കാലത്ത് പടങ്ങളിലേക്ക് ഷേപ്പൊക്കെ മാറി. വില്ലന്മാരൊക്കെ ഇപ്പോൾ ഹൈടെക് ഉപകരണങ്ങളെ കൊണ്ടാണ് നേരിടുന്നത് നമ്മളെ. അപ്പോൾ വില്ലന്മാരും അതിനേക്കാളും വലിയ ഹൈടെക് ആയാലാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സിനിമകളൊക്കെ അഡ്വാൻസ് ആയിട്ട് പോകുള്ളൂ. നമ്മുടെ രജനീകാന്തിൻ്റെ യന്ത്രൻ വന്ന പോലെ പടം സൂപ്പറാണ്. നമുക്ക് വിജയനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സീൻ ബൈ നമുക്ക് നല്ല 3 മണിക്കൂറിൻ്റെ താഴെ പടം ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ബോറടിക്കാണ്ട് നമുക്ക് വിജയനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാം. വിജയിൻ്റെ ഒരു നഷ്ടം തന്നെയാണ് സിനിമാ ലോകത്തിന് മാത്രമല്ല എത്ര തിയേറ്ററുകാരാണ് അന്നം മുടങ്ങിയെന്നറിയാം ഈ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട്. അതുകൊണ്ട് വിജയെ ഇനിയും അഭിനയിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വീണ്ടും തിരിച്ചു വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്നിരുന്നാലും മുഖ്യമന്ത്രി ആയാലും സിനിമയിൽ അഭിനയിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് പോയി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പടമാണ്. നമ്മൾ ഈ മലയാളത്തിൽ ഇറങ്ങുന്ന കുറേ കൂതറ പടങ്ങളുണ്ട്. ചിന്ന ആശയ്, അതുപോലെ തന്നെ ബാല, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുറേ യൂത്ത് പിള്ളേരെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തെന്നാ പറയാമെന്നൊരു പിടുതല്ലേ നമുക്ക്. അതൊക്കെ ഇങ്ങനെയുള്ള തീട്ടപ്പടങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് കഥയും ചുക്കും ചുണ്ണാകുമ്പോൾ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് എൻ്റർടൈൻമെൻറ്റ്, ത്രില്ലിങ്, ഫൈറ്റ്, 4 പാട്ട്, നമ്മൾ ഹാപ്പി. അത്രമാത്രം നമ്മളൊരു സിനിമയ്ക്ക് ഒരു 150 രൂപ കൊടുക്കുമ്പോൾ പ്രതീക്ഷിച്ചാൽ മതി. അതിലുപരിയായിട്ടാണ് നമുക്ക് ജനനായകൻ തരുന്നത്. അപ്പോൾ ആ ജനനായകനെ നമ്മൾ എന്തായാലും നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങൾക്കോടും ഞാൻ പറയുന്നു, പടം പോയിട്ട് കാണാം. ഇനിയിപ്പോൾ ഇതുപോലുള്ളൊരു പാട്ടും ഡാൻസും ഇതുപോലുള്ള ഒരു അഭിനയിക്കുള്ളൊരു നടൻ വേറെ തമിഴ് സിനിമയിൽ ഇനി വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. സൂര്യയുടെ കാലമൊക്കെ കഴിഞ്ഞു. നമ്മുടെ രജനീകാന്ത് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ സ്റ്റൈലാണ്, വേറെ സ്റ്റൈലാണ്. കമലഹാസൻ എന്ന് പറഞ്ഞാൽ അത് വേറെ സ്റ്റൈലാണ്. അത് ഉലക നായകനാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഉലക നായകനാണ്. അങ്ങനെ അഭിനയിക്കാനും അതുപോലെ തന്നെ അഭിനയം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് പറ്റിയിരിക്കാം. പക്ഷേ നമ്മുടെ യൂത്തിൻ്റെ ഏറ്റവും വലിയ കിങ്ങാണ് വിജയ്. എനിക്കൊരു സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് കേരളത്തിൽ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ചിലപ്പോൾ ആയിരുന്നു വരും കേട്ടോ. അത്രയധികം ജനങ്ങൾ, യൂത്തന്മാർ വിജയിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ തിയേറ്ററിൽ കാണണമല്ലേ. മമ്മൂട്ടിയുടെ പടങ്ങളും മോഹൻലാലിൻ്റെ പടങ്ങളും അവരെ പടങ്ങൾ വരുന്നേക്കാളും കൂടുതൽ ആൾക്കാർ ആഘോഷിക്കുന്നത് വിജയിയുടെ പടങ്ങളായിരുന്നു. അത് തിയേറ്ററുകാർക്ക് വലിയൊരു നഷ്ടമാണ്. പ്രേക്ഷകർക്ക് അതിനേക്കാളും വലിയ നഷ്ടമാണ്. അതിപ്പോൾ കേരളത്തിലെ മാത്രമല്ല, തമിഴ്നാട്ടിലായാലും കന്നഡത്തിലായാലും ഇനിയിപ്പോൾ ഫോറിൻ രാജ്യത്തായാലും അത് വലിയൊരു നഷ്ടമാണ്. ആ നഷ്ടം അടുത്ത കാലത്തൊന്നും ഒരു നടൻ നികത്തും, ഇതുപോലെ ഒരു നടൻ നികത്തും എന്നെനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. മലയാളത്തിൽ പിന്നെ ഒന്നുമില്ല. വലിയ നടന്മാരുടെ മക്കളൊക്കെ ചുക്കും ചുണ്ണാമ്പും അല്ലാണ്ട് പോയുള്ള കഥയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. വിജയ് തന്നെയാണ്. എന്നും വിജയിച്ച് തന്നെ ഇരിക്കട്ടെ. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് ഒരു ഗുഡ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ജനനായകൻ്റെ റിവ്യൂ നമുക്ക് ഇവിടെ നിർത്താം.